തായ്ലൻഡിൽ നിന്നും ഏകദേശം 1.25 കിലോഗ്രാമോളം മാരിജുവാന ഇവിടേക്ക് കൊറിയർ മാർഗം എത്തിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച ഒരു യുവതിക്ക് 15 വർഷം ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഹൈ ക്രിമിനൽ കോർട്ട്. 49 വയസ്സുള്ള ഫിലിപ്പീൻ സ്വദേശിയായ ഈ വനിതയ്ക്ക് ജയിൽ ശിക്ഷ മാത്രമല്ല 5000 ബഹ്റിൻ ദിനാർ ഫൈനും വിധിച്ചിട്ടുണ്ട്. ഈ പാഴ്സൽ ഇവിടെ എത്തി റെഗുലർ സ്കാനിങ്ങിൽ ആ ബോക്സിനകത്ത് അസ്വാഭാവികമായ വസ്തുക്കളുടെ ഒരു സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഈ പാഴ്സൽ റിസീവ് ചെയ്യാൻ വന്ന ഈ സ്ത്രീയെ കേന്ദ്രീകരിച്ച് നടത്തിയ കൂടുതൽ അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ സാധിച്ചത്. ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാർ അപകടത്തിൽ സ്വദേശികളായ ദമ്പതികൾ അതിദാരുണമായി കൊല്ലപ്പെട്ടു. അഹമ്മദ് അൽ റീദ് എന്ന ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് ഈ വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. സാറിലേക്ക് പോവുകയായിരുന്ന ഈ കാർ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഈ സമയത്ത് കാറിലുണ്ടായിരുന്ന 3 കുട്ടികൾ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സാഫി, ഷേരി, അൻഡാക്ക് എന്നീ മത്സ്യങ്ങൾ പിടിക്കുന്നതിന് ബഹ്റിനിൽ കുറച്ചു നാളുകളായി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഈ ഒരു വിലക്ക് ഇന്നത്തോടുകൂടി അവസാനിക്കുന്നു. അതായത് 2025 മെയ് 31 അവസാനിക്കുന്നു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ് സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ്. സമുദ്രസമ്പത്ത് സംരക്ഷിക്കുന്നതിനും ഇത്തരം മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് അവയുടെ ഏറ്റവും മികച്ച ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കുന്നതിനുമൊക്കെയായിട്ടാണ് പല മത്സ്യങ്ങൾക്കും അതിൻ്റെ പ്രജനന കാലത്ത് ഇങ്ങനെ അവയെ പിടിക്കുന്നതിന് ബഹ്റിനിൽ നിരോധനം ഏർപ്പെടുത്തുന്നത്. $36 മില്യൺ മൂല്യം വരുന്ന മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ അറബിക്കടലിൽ വെച്ച് അതിസാഹസികമായി പിടികൂടി ബഹ്റിൻ ബേസ്ഡായി പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ ടാസ്ക് CMF അസ്വാഭാവികമായ രീതിയിൽ കടലിൽ റോന്തു ചുറ്റിയിരുന്ന ഒരു ബോട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് അതിനെ ചേസ് ചെയ്ത് നടത്തിയ പരിശോധനയിലും മറ്റുമാണ് 1000 കിലോഗ്രാമിലധികം വരുന്ന ഹെറോയിൻ അടക്കം വലിയ അളവ് മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ഈ കണ്ടെത്തിയ ഉൽപ്പന്നങ്ങൾ പരിശോധനയ്ക്ക് ശേഷം പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞുവെന്നും അതോറിറ്റീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സ് 2025 മെയ് 31 ശനിയാഴ്ച.